പിതാവിൻ്റെ പേഴ്സണൽ ജീവിതമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാവരും പറഞ്ഞു പോലെ ഭയങ്കര ചിട്ടയുള്ള ജീവിതമാണ് പിതാവിൻ്റെ. അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ചിട്ട എന്താണ്? ഞാൻ സാധാരണ രാവിലെ ഇപ്പോഴീ അടുത്ത കാലത്തായിട്ട് ഒരു 3:10 ആകുമ്പോൾ എഴുന്നേക്കാറുണ്ട്. 3:10. അതെ. അത് കഴിഞ്ഞാൽ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെയുള്ള കുറച്ച് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തും. പ്രത്യേകിച്ച് ഞങ്ങളെ സമയത്തുള്ള ഒരു അരമണിക്കൂറെങ്കിലും ധ്യാനിക്കുക എന്നുള്ളൊരു നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കും, ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം. അതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്രീ ആകണമെങ്കിൽ ഒരു 6:45 ആകും. അന്നേരം പിന്നെ പത്രങ്ങൾ വരും. അത് കഴിഞ്ഞ് പിന്നെ പ്രഭാത ഭക്ഷണമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വല്പനേരം പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8:30 മുതൽ സന്ദർശകരായി. പിന്നെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും എഴുതുകയോ വായിക്കുകയൊക്കെ ചെയ്യും. ഞാൻ സാധാരണ ഒരു 9:30 മുമ്പായിട്ട് കിടക്കും. 9 കഴിഞ്ഞ് കുറച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട്. ഏത് മന്ത്രിസഭയാണ് ഏറ്റവും പിതാവിനെ ഇംപ്രസ് ചെയ്തിരിക്കുന്നത്? അച്യുതമേനോൻ മന്ത്രിസഭയെക്കുറിച്ച് പൊതുവിൽ നല്ല അഭിപ്രായമുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാര്യം അക്കാലത്തും വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ മന്ത്രിസഭയിലും വീഴ്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് കുറച്ചുകൂടെയൊക്കെ ഒരു ഭദ്രത, കാലഘട്ടം വ്യത്യാസമായിരുന്നു. അതെ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നായനാരുടെ കാലത്തെ കാര്യം ഒരു പാർട്ടിയാണെങ്കിലും അദ്ദേഹത്തിന് കുറച്ച് സൗമ്യതയും കുറച്ച് മര്യാദകളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ആളുകൾ കുറച്ചുകൂടി ഹൃദയത ഉണ്ടായിരുന്നു. ഏതെങ്കിലും വളരെ ഇഷ്ടമില്ലാത്തൊരു ഡിസിഷൻ? വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള തീരുമാനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് വാസ്തവത്തിൽ കോടതികളെ ആണ് സംരക്ഷണം നൽകിയിട്ടുള്ളത്. അല്ലാത്തവർക്കെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയെങ്കിലും കൈ കടത്തണം, അവരുടെ അധികാരം വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏത് രാഷ്ട്രീയ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കണം പിതാവിന്? അതിനൊരു പ്രത്യേക ഒരു വലിയൊരു ആരാധനയുടെ ഭാവം ഉണ്ടായിട്ടില്ല. പക്ഷേ ചിലരുടെ സവിശേഷതകൾ, ഉദാഹരണമായിട്ടൊരു കാര്യക്ഷമത നോക്കുകയാണെങ്കിൽ KM മാണി ഫിനാൻഷ്യൽ രംഗത്ത് ഒരു പ്രാപ്തിയുള്ള ആളായിരുന്നു. കരുണാകരന് പലപ്പോഴും പ്രശ്നങ്ങളെ നേരിടാനായിട്ട് കഴിവുള്ള ആളായിരുന്നു. നായനാർക്ക് കുറച്ചുകൂടെയൊക്കെ ആളുകളുമായിട്ട് ഇടപെടാനുള്ളൊരു ഒരു കഴിവുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നന്മയുണ്ട്. പിന്നെ AK ആൻ്റണി പറഞ്ഞ പോലെ കൈക്കൂലി നേരിട്ട് വാങ്ങിക്കില്ല എന്നൊരു വിഷയമാണെന്നറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സവിശേഷത ആ കാര്യത്തിൽ പുള്ളിയെക്കുറിച്ച് നമുക്ക് പരാതി പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ഒരു പിതാവ് എന്നും ഒരു കത്ത് വന്നാൽ അതിന് മറുപടി അയക്കും. കത്ത് വരികയാണെങ്കിൽ മറുപടി അയക്കാൻ നോക്കാം. അത് നമുക്കൊരു ചുമതലയാണ്. മറ്റുള്ള ആളുകളോട് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്. ഇപ്പോഴത്തെ പുതിയ ഗാഡ്ജറ്റ്സ് ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കാൻ അതിനത് അധികം കടന്നില്ല. കാരണം അതിനായിട്ട് സമയം മാറ്റി വെക്കാനായിട്ട് സാധിച്ചില്ല. സഹായിക്കാൻ ആൾക്കാരുണ്ടോ? പിന്നെ ഇനിയിപ്പോൾ അടുത്തെങ്ങാനും റോമിലേക്ക് ഒരു യാത്രയുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ ഒക്ടോബറിലായിരിക്കും മിക്കവാറും. ഒക്ടോബറിൽ ഈ സിസ്റ്റർ അൽഫോൻസ കാനനൈസേഷൻ പോകാനായിട്ട് താല്പര്യമുണ്ട്. എന്തെങ്കിലും ചെയ്ത് തീർക്കണം ഒരു ജീവിത ലക്ഷ്യം? ഒരുപാട് കാര്യങ്ങൾ പിതാവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ബാക്കി നിൽക്കുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു ചുമതലയായിട്ടില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ ഏത് രംഗത്താണെങ്കിലും അന്നേരം കിട്ടുന്ന സൗകര്യമനുസരിച്ച്, അതായത് ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം കഴിയുന്നിടത്തോളം അവസാന നിമിഷം വരെ ചെയ്തു കൊടുക്കണമെന്നുണ്ട്. ക്രിസ്ത്യ കുടുംബത്തിൽ ഏറ്റവും അധികം കാണുന്നൊരു കുടുംബയോഗം ഉണ്ടല്ലോ. എല്ലാവരും വന്ന് അതൊരു എല്ലാ കൊല്ലവും പതിവായിട്ട് വളരെ സ്ട്രിക്റ്റായി നടത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ പിതാവിൻ്റെ കുടുംബത്തിലും അങ്ങനെ നടക്കുന്നുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബയോഗം നടക്കുന്നുണ്ട്. കുടുംബയോഗം നടക്കുന്നത് മാത്രമല്ല, അവരുടെ ആളുകളുടെ എല്ലാം ഈ അഡ്രസ്സും ടെലിഫോൺ നമ്പറുമായിട്ട് ഡയറക്റ്റ് പ്രസിദ്ധീകരിക്കും, ചെറിയ ചരിത്രം പ്രസിദ്ധീകരിക്കും. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ദേ ബിലോങ് ടു കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. പിന്നെ അതുപോലെ ചാരിറ്റബിൾ ആയിട്ട് ഒരു ഫൗണ്ടേഷൻ വരെ നടത്തുന്നുണ്ട്. ബ്രദേഴ്സ് എന്താ ചെയ്യുന്നത്? എനിക്ക് 2 അനുജന്മാരാണുള്ളത്. ഒരാൾ ഡോക്ടറാണ്. ഇപ്പോഴേ ജോലിയെല്ലാം നിർത്തിയതാണ്. പിന്നെ ഇവിടെ വന്നിപ്പോൾ ഈ പായിപ്പാട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഹാഫ് ടൈം സർവീസ് ഉണ്ട്. മറ്റേ അനുജന് എഞ്ചിനീയറാണ്, റിട്ടയർ ചെയ്തു. മക്കളെല്ലാം ഓരോ ജോലിയിലൊക്കെ ആയി. കുട്ടികളൊക്കെ വന്ന് പിതാവിനെ പലപ്പോഴൊക്കെ എൻ്റെ തിരക്ക് പ്രമാണിച്ച് അവരധികം ഉപദ്രവിക്കാൻ വരാറില്ല. പലപ്പോഴും വരുന്ന ദിവസത്തെ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ചിലപ്പോഴേ ഈ ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ വീട്ടിൽ പോകും, മറ്റുള്ളവരൊക്കെ കാണുകയൊക്കെ ചെയ്യും. ഒരുപാട് എനിക്കറിയാം, ഒരുപാട് സമയത്തിന് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും. ഈ തിരക്കിൽ ഞങ്ങൾക്ക് കുറച്ച് നേരം ഞങ്ങൾക്ക് തന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട് പിതാവിനെ കണ്ടതിലും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എഴുതി തീർക്കട്ടെ, ഇനിയും ഒക്ടോബറിൽ റോമിൽ പോട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അമൃത TV ആണ് അധികം രാഷ്ട്രീയ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള അഭിനന്ദനങ്ങളോട്